ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആക്ച്വലി നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് കേട്ടോ ഇന്നുള്ളത്. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ കിരാണ കുന്നുകളിൽ നമ്മുടെ ഇന്ത്യ ആണവാക്രമണം നടത്തിയതും, ആണവ ആക്രമണമല്ല, അവിടെ കിരാണ കുന്നുകൾക്ക് മുകളിൽ ഇന്ത്യ അടിച്ചതും, സമാനമായിട്ടുള്ള രീതിയിൽ അമേരിക്ക അവിടെ പറന്നെത്തുന്നു. ഈജിപ്തിൽ നിന്ന് ഈ അണുവികിരണം തടയാനുള്ള വലിയ കെമിക്കൽസുമായിട്ട് അവിടെയുള്ള ഈജിപ്തിലെ വിമാനം ഇങ്ങോട്ടെത്തുന്നു. ഈ വാർത്തയൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ ചാനലിന്റെ ഒരു ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അന്ന് കമന്റ് ബോക്സിലെല്ലാം നിങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത ശരിയാണോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാകിസ്ഥാന്റെ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൽ ആണവായുധങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് എല്ലാ കാലത്തും ഭീഷണിയാണ്. അന്ന് ഞാനും ബിജു ചേട്ടനും കൂടെ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈ പാകിസ്ഥാനിലുള്ള ആണവായുധങ്ങൾ അവിടെ നിന്ന് മാറ്റണം. അപ്പൊ എങ്ങോട്ടേക്ക് മാറ്റും? അത് സൗദിയിലേക്ക് മാറ്റും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട വിമർശനങ്ങൾ ചില്ലറയൊന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ കമന്റ് ബോക്സ് നിറച്ച് സുഡാപ്പികളടക്കം എന്തിനു പറയുന്നു, നമ്മുടെ ഈ സംഘപരിവാർ അനുഭാവികൾ തന്നെ വന്നിട്ട് സൗദി അറേബ്യയിലേക്ക് മാറ്റുമോ, സൗദി അറേബ്യ ഇതുമായിട്ട് എന്താണ് ബന്ധം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ ജേർണലിസ്റ്റുകൾ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇവർ ശ്രദ്ധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പർവേസ് മുഷറഫ് ഹാൻഡഡ് കൺട്രോൾ ഓഫ് പാക്സ് ന്യൂക്സ് ടു US. എക്സ് CIA ഓഫീസർ ബോംഷെൽ. എക്സ് CIA ഓഫീസർ ആയിട്ടുള്ള അയാളുടെ പേര് ജോൺ കിരിക്കാവോ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഈ പാക് ന്യൂക്സ് അത് US അടിയറവ് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. US അടിയറവ് വെച്ചിരിക്കുകയാണെന്ന് പുള്ളി പറയുന്നു. ഈ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ ബോംബുകൾ US സഹായത്തോടു കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. പർവേസ് മുഷറഫിന്റെ കാലത്ത് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ആ സമയത്ത് ജോർജ് W. ബുഷ് ആയിരിക്കണം ഭരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിരുന്നത് ആരാണ്? അമേരിക്കയാണെന്ന് പറയുന്നു. സൗദി അറേബ്യ ഇതിനകത്ത് എങ്ങനെയാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പന്റെ ഓർഗനൈസേഷനിലും അതിന്റെ കൺസ്ട്രക്ഷനിലും പിന്നെ സൗദി അറേബ്യക്ക് ഇതിൽ നിന്നും വേണ്ട കാര്യങ്ങൾ എടുക്കുന്നതിലും ആ പാക്കിന്റെ ന്യൂക്ലിയർ വെപ്പൺസ് കൺസ്ട്രക്ട് ചെയ്യുന്ന അതിന്റെ ശാസ്ത്രജ്ഞരെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ പുള്ളി വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണവും ഉദാഹരണവും നൽകിയിട്ടുണ്ട്. അപ്പൊ സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാന് കണക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്താണ് സൗദി ചെയ്യുന്നതെന്ന്. ഇപ്പൊ അമേരിക്ക, സൗദി, പാകിസ്ഥാൻ, ഇപ്പൊ പാക് നാറ്റോ എന്ന് പറയുന്ന സാധനം പോലും ഈ പാകിസ്ഥാന്റെ മസിൽ പവറും സൗദിയുടെ ഡിപ്ലോമസിയും US ഫണ്ടും കൂടെ ചേർത്താണ് ഇവര് കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യുക, ബലൂചിസ്ഥാനെ പിടിച്ചെടുക്കുക. അതുവഴി ഇവർക്ക് പല പല കാര്യങ്ങൾ, ഇപ്പോ സെപ്പക് റോഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ചൈനയിൽ നിന്ന് വരുന്ന ബെൽറ്റാൻ റോഡ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും, തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ TPAI അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പോരാത്തതിന് ബലൂചിസ്ഥാൻ ഇറാന്റെ കോറിഡോറുകൾ വഴിയുള്ള പ്രവർത്തനങ്ങൾ നിർത്താൻ സാധിക്കും. ഗ്വാദ്വാർ തുറമുഖം, ചബഹർ തുറമുഖം എന്നിവയിലേക്ക് വരുന്ന ട്രേഡ് നിർത്താൻ സാധിക്കും. അപ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണത്. സൗദിയുടെ ഡിപ്ലോമസി, അമേരിക്കയുടെ ഫണ്ട്, പാകിസ്ഥാന്റെ മസിൽ പവർ, ഇത് മൂന്നുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതാണ് പാക് നാറ്റോ. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സൗദിക്ക് ആണവ കൊട കൊടുക്കാനാണ് പാക് നാറ്റോ എന്നൊക്കെയാണ്. അങ്ങനെയല്ല യഥാർത്ഥം. അതിന്റെ അന്തർധാരയിൽ വന്നു. അപ്പോൾ നമ്മൾ അന്ന് ചർച്ച ചെയ്ത സാധനം ഇന്ന് അമേരിക്കയുടെ മുൻ CIA ഉദ്യോഗസ്ഥൻ വന്നിരുന്ന് പറയുകയാണ്, പാകിസ്ഥാൻ ഞങ്ങളാണ് കൺട്രോൾ ചെയ്തത്, ഇതിന്റെ പിന്നിൽ സൗദി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള. സൗദി എന്ന് പറഞ്ഞാൽ ചില്ലറ രാജ്യമല്ല. ഇപ്പൊ അത്യാവശ്യം പുരോഗമനമൊക്കെ വരുന്നുണ്ടെങ്കിലും പഴയ ഒരു എന്താ പറയാ, ആ ഒരു ഹാങ് ഓവർ ഇന്നും മാറിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കണം. പക്ഷെ ഇന്ത്യയായിട്ടൊപ്പം നല്ല ടൈപ്പാണ്. ഇന്ത്യയായിട്ടൊന്നും കൊമ്പ് കോർക്കാനൊന്നും സൗദി വരത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ പിന്നിലെ അന്തർധാര എന്ന് പറഞ്ഞുതരും. ഈ വളരെ സ്നേഹിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ശ്രീ ഡൊണാൾഡ് ട്രംപും ശ്രീ നരേന്ദ്രമോദി. രണ്ടുപേരും നല്ല സ്നേഹിതരായിരുന്നു. ട്രംപിന് വേണ്ടി നരേന്ദ്രമോദി ലോകത്ത് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടുള്ളത്. ഒന്ന് ശ്രീമാൻ ട്രംപിന് വേണ്ടിയിട്ടും മറ്റൊന്ന് ശ്രീ ബെഞ്ചമിൻ നെതന്യാഹുവിന് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയിരുന്നത്. നെതന്യാഹുവിന്റെ മോദിയുടെയും പടങ്ങൾ വെച്ചിട്ടുള്ള ഹോർഡിങ്സുകൾ ഇസ്രായേലിന്റെ തെരുവോരങ്ങളിലൊക്കെ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതുമാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലാണ് പോയത്. അപ്പോൾ ബാക്കി ഒരുപാട് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊന്നും മോദി പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ പോയിരുന്നു. വലിയ സ്നേഹത്തിലുമായിരുന്നു. ഈ സ്നേഹബന്ധത്തിനിടയ്ക്ക് ചില കുറവുകൾ വന്നിരുന്നു, ഒലച്ചിലുകൾ വന്നിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് ഇതൊരു ശത്രുതയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പൊ നമ്മള് ഒരു രണ്ട് സുഹൃത്തുക്കൾ പെട്ടെന്ന് അകലുമ്പോൾ അനവധി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോ അനവധി കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുമുണ്ട്. പക്ഷെ തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എല്ലാവരും പറയുന്നൊരു കാര്യം, പിന്നെ ഇടനിലക്കാരായിട്ട് ട്രംപ് നിന്നു, അത് ഇന്ത്യ സമ്മതിക്കാത്തതാണ് ഒരു പ്രധാന പ്രശ്നമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ താരിഫ് ചുമത്തിയത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
പക്ഷെ ഇതിനേക്കാൾ അപ്പുറം നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ധനുഷ് തന്നെയാണ് അത് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. ഈ അമേരിക്കയുടെ കയ്യിലിരുന്ന പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പണിൽ നമ്മൾ കൈവച്ചു, നമ്മൾ അടിച്ചു ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. ഇതായിരുന്നു കലിപ്പിന് കാരണമെന്ന്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ അമേരിക്കൻ JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ശ്രീമാൻ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചു എന്ന് S ജയശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവർ നടത്തിയ സംഭാഷണങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു. അന്ന് ഇതുവരെ അതിന് ട്രംപ് വിളിച്ചിട്ടേ ഇല്ല ആ സമയങ്ങളിലൊന്നും. JD വാൻസ് പറഞ്ഞത് അവർ രണ്ടും കൽപ്പിച്ചാണ് പാകിസ്ഥാൻ, അവർ നിങ്ങൾക്കെതിരെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കും, അതായത് ആണവായുധം ഉപയോഗിക്കും എന്നതാണ് അദ്ദേഹം നരേന്ദ്രമോദിയുടെ അടുത്ത് പറഞ്ഞത്. അതിന് നരേന്ദ്രമോദി കൊടുത്ത ഇത് പറഞ്ഞത് ആ മുറിയിൽ അപ്പോഴുണ്ടായിരുന്ന S ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് ഇത് പുറത്തു പറയുന്നത്. ആ മുറിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ മുറിയിൽ, പ്രധാനമന്ത്രിയുടെ മുറിയിൽ അന്ന് വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു. ഇത് വെളിപ്പെടുന്ന സാഹചര്യം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രംപ് പറഞ്ഞില്ല ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് വിളിച്ചിട്ടില്ല, ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു, വിളിച്ചത് ഇന്ന ആളാണ്, ഇവർ തമ്മിൽ നടന്ന സംഭാഷണം ഇതാണ് എന്ന ആ മുറിയിലുണ്ടായിരുന്ന S ജയശങ്കറാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ വാൻസ് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, അങ്ങനെ എങ്ങാനും അവർ മുതിർന്നാൽ പിന്നെ അവർ ഈ ഭൂമുഖത്ത് കാണില്ല, അവർ പിന്നെ ആ രാജ്യം പിന്നെ ഈ ഭൂമുഖത്ത് കാണില്ല എന്നാണ് നരേന്ദ്രമോദി പറയുകയും അന്ന് രാത്രിയോടുകൂടി, അന്ന് പുലർച്ചയോടുകൂടി തന്നെ ഇന്ത്യ അടി തുടങ്ങുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ അടി തുടങ്ങി ആദ്യം നമ്മൾ കേട്ട അവരുടെ വ്യോമത്താവളം തകർത്ത ഒരു വാർത്ത വന്നിരുന്നു. ആദ്യത്തെ ദിവസം മെയ് 7-ാം തീയതി സർഗോദയ എന്ന് പറയുന്ന അവരുടെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള എയർബേസ് നമ്മൾ അടിച്ചിരിക്കുന്നു. നമ്മൾ 11ഓളം എയർബേസ് തകർത്തു. പക്ഷെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എയർബേസ് ആണ് സർഗോദയ എയർബേസ്. രണ്ടാമത്തേത് അഖ്നൂർ എയർബേസ്. എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവരുടെ ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന പാകിസ്ഥാന് പ്രധാനമായി 2 വ്യോമത്താവളങ്ങളാണുള്ളത്. ഒന്നത് സർഗോദയും മറ്റൊന്ന് അഖ്നൂരുമാണ്. ആദ്യം നമ്മൾ കേട്ട വാർത്ത ഈ സർഗോദയ അടിച്ചു അഖ്നൂർ അടിച്ചു എന്നുള്ളതാണ് നമ്മൾ കേൾക്കാൻ കാരണം. ഇതിനു മുമ്പ് നമ്മളൊന്നും ഈ 2 വിമാനത്താവളങ്ങളെ കുറിച്ച് അധികം നമ്മൾ കേട്ടിട്ടുമില്ല. പിന്നീട് 2 ദിവസം കഴിയുമ്പോഴാണ് അതിന്റെ ഒരു പിക്ചർ പതുക്കെ പുറത്തേക്ക് വരുന്നു. കിരാണ കുന്നിൽ ഈ അണുവായുധങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിന്റെ ഗേറ്റ് വേയില് നമ്മുടെ ആക്രമണം, ബ്രഹ്മോസ് പതിച്ചു എന്നുള്ളതാണ് വരുന്നത്. അപ്പോഴാണ് ഇത് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആലോചിക്കുന്നത് സർഗോദയ വിമാനത്താവളം, കാരണം ഈ ആയുധം, ഈ വെപ്പൺസ്, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഈ കിരാണ കുന്നിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഈ പോർമുനകൾ ഇങ്ങോട്ട്, കാരണം ഈ ആണവ പോർമുനകൾ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് അത് സൂക്ഷിക്കുന്നത് ഗോഡൌൺ. അപ്പൊ അവിടെ നിന്ന് ഇത് കൊണ്ടുവന്ന് ഈ സർഗോദയ വിമാനത്താവളത്തിൽ പിന്നീട് അഖ്നൂർ വിമാനത്താവളം വെച്ചിട്ട് അവിടെ നിന്ന് മാത്രമാണ് ഇവർക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ കഴിയും. ഇത് അവിടുന്ന് എടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഫസ്റ്റ് അടി തന്നെ. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ന്യൂക്സ് ഇവര് സൂക്ഷിച്ചിരിക്കുന്ന, പാകിസ്ഥാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഇറാൻ ഈ എന്താ പറയാ, ഈ അവരുടെ ആണവ പ്ലാന്റുകൾ, ആണവ നിലയങ്ങൾ ഈ മലയ്ക്കടിയിൽ ആരും അറിയാതെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അമേരിക്ക കൊടുത്തിരിക്കുന്ന, അമേരിക്കയ്ക്കറിയാം, ഇവർക്കറിയാം, സൗദിക്കറിയാം ഇത് കിരാണ ഹിൽസിലാണ് ഇരിക്കുന്നതെന്ന്. അത് ഇന്ത്യക്ക് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് കൂടെ ഈ അമേരിക്കയ്ക്ക് വലിയൊരു അടിയായിപ്പോയി. കാരണം നമുക്ക് 3 പേർക്ക് മാത്രം അറിയാവുന്നുള്ള രഹസ്യം ഇവിടെയാണ് ഇത് ഇരിക്കുന്നത്. അതിന്റെ മുമ്പിൽ ഒരു മിസൈല് പതിപ്പിച്ച് ആക്ച്വലി ഇന്ത്യ താക്കീതാണ് കൊടുത്തത്. ഇതാ നമുക്കിത് അറിയാം, നീ കൂടുതൽ കളിക്കണ്ട എന്നുള്ളൊരു താക്കീതാണ് കൊടുത്തത്. അല്ല, അത് വളരെ സിമ്പിൾ അല്ലേ ഇത്. ആ രഹസ്യങ്ങൾ ഇവരുടെ എല്ലാം അറിയാവുന്ന വേറൊരു രാജ്യം ഈ ലോകത്തുണ്ട്, ഇസ്രായേല്. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവര് ചോദിച്ചതാണ്, ഇവന്മാർ ഇവിടെ ഇന്ന സ്ഥലത്തൊക്കെ ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളും മറ്റുമൊക്കെ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, നമുക്കൊന്ന് അടിക്കാം. അന്ന് ഇത്രയൊന്നും ടെക്നോളജി വളർന്നിട്ടില്ല. അപ്പോൾ അവരുടെ വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ലാൻഡിംഗ് സൗകര്യം കൊടുക്കണം, ഇന്ധനം നിറയ്ക്കാൻ, അത് മാത്രം മതി. ഇന്ദിരാഗാന്ധി തത്വത്തിൽ അംഗീകരിച്ചിരുന്നു അത്. പിന്നീട് അവസാന നിമിഷം അമേരിക്കയുടെ മറ്റും സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടാണ് അത് 74-ലാണോ 82-ലാണോ, അത് ഡേറ്റിന് എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല, സെർച്ച് ചെയ്താൽ ആർക്കും കാണാവുന്നതാണ്. ഇന്ദിരാഗാന്ധി അവസാനം അതിൽ തലേന്ന് പിന്മാറുകയായിരുന്നു. അതിനെക്കുറിച്ച് ഇസ്രായേലിന്റെ ചില മുൻകാല സൈനിക മേധാവികൾ പറയുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പിന്നെ ഇന്ധനം നിറയ്ക്കാൻ മാത്രം 2 ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ അവർക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ബ്ലൂ പ്രിന്റ് അറിയാം. അപ്പോൾ ഈ പിന്നെ നമ്മൾ കേട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു, ഈ ഓപ്പറേഷൻ പഹൽഗാം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഹമാസ് മോഡലിലാണ് കാശ്മീരി ഭീകരാക്രമണം നടന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഇസ്രായേലിൽ നിന്നുള്ള ഒരു 50 അംഗ
ഒരു ഉന്നത സൈനിക സംഘം കാശ്മീർ സന്ദർശിച്ചിരുന്നു എന്നുള്ളത്. കാരണം ഇതിന് മറ്റേ ഈ ഹമാസ് ഇസ്രായേൽ നടത്തുന്ന അതിന് സെയിം കൊലപാതകമാണ്. അപ്പൊ ഹമാസിന്റെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇത് ഏത് രീതിയിലാണ്? അതിനുശേഷമാണ് നമ്മൾ ഇസ്രായേൽ മോഡൽ ഒരു ഓപ്പറേഷൻ കാശ്മീരിൽ തുടങ്ങിയത്. ഭീകരവാദികളെ കണ്ടെത്തുന്നു, അവരുടെ വീട് നെറ്റോ ഇല്ലെങ്കിൽ മറ്റോ വെച്ചിട്ട് നമ്മൾ തകർത്ത് കളയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ കണ്ടൊരു വാർത്ത, അവരുടെ ഒരു വിമാനം, ഒരു സൈനിക വിമാനം ജയ്പൂരില് രാജസ്ഥാനിൽ വന്നിറങ്ങിയ വാർത്തയും നമ്മൾ അക്കാലത്ത് കേട്ടിരുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പിക്ചർ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ശത്രുക്കളുടെ ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം അവർ ഇറാന് ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ആക്രമിക്കുമ്പോഴും ഇസ്രായേൽ പച്ചയ്ക്ക് അല്ലെങ്കിൽ പരസ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, പാകിസ്ഥാൻ ഞങ്ങളിപ്പോൾ അല്പം തിരക്കിലാണ്, അടുത്തടി ഞങ്ങൾ പാകിസ്ഥാനാണ് കൊടുക്കുന്നത്. കാരണം ആണവായുധമുള്ള ഇസ്ലാമിക രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇത് ഈ മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ഭീകര സംഘടനകൾക്ക് ഇത് ഷെയർ ചെയ്യുമെന്ന് ഇസ്രായേൽ നന്നായി ഭയക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഇറാന്റെ കയ്യിലെത്തിയേക്കാം. കാരണം പാകിസ്ഥാനാണ്, ഒന്നും പറയാൻ കഴിയില്ല. എർദോഗന്റെ കയ്യിലെത്തിയേക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പലസ്തീനിൽ വരെ കൊണ്ടുവന്നിട്ട് കൊടുത്തുന്നിരിക്കാം ഇതിന്റെ പല പല വേർഷൻസ്. അതിനും മടിക്കാത്തൊരു ടീമാണ് ഈ പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ തകർക്കുന്നത്. കാരണം ലോകത്ത് ഒരേ ഒരു ആണവ ശക്തിയുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം ഇസ്രായേൽ ഇവരെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കുകയാണ്, ഈ ഇവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് അടി അവിടെ തന്നെ പോവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് അമേരിക്കയ്ക്ക് അതൊരു വലിയ ക്ഷീണമായി. കാരണം അമേരിക്കയ്ക്ക് ഇത് പബ്ലിക്കായിട്ട് പറയാൻ കഴിയില്ല, ഇത് ഞങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ കൺട്രോൾ മുഴുവൻ, ഞങ്ങളാണ് ഇത് മുഴുവൻ ഇത് കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം പാകിസ്ഥാൻ ഇപ്പോഴത്തെ ട്രംപ് ഇരിക്കുന്ന സ്ഥിതിക്ക് പാകിസ്ഥാൻ അത് ഉപയോഗിക്കുമായിരുന്നു. അമേരിക്ക ഒരു പെർമിഷൻ കൊടുത്താൽ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് എടുക്കേണ്ട സ്ഥലത്തിന്, അതായത് കൈ നീട്ടിയാലേ ഇത് എടുക്കാൻ കഴിയൂ. ആ കൈ തന്നെ തല്ലി ഓടിച്ചാൽ പിന്നെ നമുക്ക് എടുക്കാനുള്ള കൈ ഉണ്ടാകില്ലല്ലോ. അതാണ് അവിടെ സംഭവിച്ചത്. അതല്ലാതെ ആണവായുധ കേന്ദ്രം തകർക്കണം എന്നൊരു ഉദ്ദേശത്തിലല്ലായിരുന്നു ചെയ്തത്. ഇനി അവൻ അവിടുന്ന് ഈ അടുത്ത കാലത്തൊന്നും ഇതും പൊക്കിക്കൊണ്ട് വരരുത് എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇനി ആണവായുധ ഭീഷണി കൊണ്ട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇവർക്ക് ഇത് മനസ്സിലായത്. കാരണം അവന്റെ ഭൂഗർഭ നിലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ കേന്ദ്രത്തെ പോലും ഇന്ത്യക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ട് എങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ആയുധങ്ങളെ കുറിച്ചും ഒരു വ്യക്തമായ ബ്ലൂ പ്രിന്റ് അവരുടെ കയ്യിൽ ഉണ്ടാകും. അതുകൊണ്ട് അവർ തീർത്തടിക്കുമെന്നൊരു ഭയം അവർക്ക് വരികയും ചെയ്യും. കാരണം ഇത് അമേരിക്ക പെർമിഷൻ കൊടുക്കണം, സൗദിയിലാണ് ഇതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതിനൊരു പെർമിഷന് കാത്തു നിൽക്കാനുള്ള സമയം ഇന്ത്യ കൊടുത്തില്ല. അത് അമേരിക്കയ്ക്ക് സംബന്ധിച്ച് വലിയൊരു ക്ഷീണമായി പോയി. കാരണം അവര് ഇത് മൊത്തം ഏറ്റെടുക്കും. ഇനി അത് എപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇവർ ഈ കൺട്രോൾ കൈമാറിയത് എന്നാണ് ഈ ജോൺ കിരിയാക്കോ എന്ന് പറയുന്ന മുൻ CIA മേധാവി ഇപ്പോൾ വെളിപ്പെട്ടകം പറയുന്നത്. 2002 കാലഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഇത് അമേരിക്കയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അവരുടെ ആണവ ആയുധങ്ങളും അതിന്റെ കേന്ദ്രങ്ങളുമെല്ലാം. അത് എന്തായിരുന്നു കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷം AB വാജ്പേയി പാകിസ്ഥാനെ ആക്രമിക്കാനായി ശ്രമിച്ചിരുന്നു എന്ന് അമേരിക്ക പാകിസ്ഥാനെ അറിയിക്കുന്നു. നിങ്ങളെ അവർ ആക്രമിക്കും ഏത് നിമിഷവും, നിങ്ങളുടെ ആണവായുധങ്ങൾ അവർ തകർക്കും, നിങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഇവർ സമീപിക്കുന്നതെന്നും ഈ പർവേസ് മുഷാറഫ്, അന്നത്തെ പാകിസ്ഥാൻ ഭരണാധികാരിയായ പർവേസ് മുഷാറഫിന് ബില്യൺ കണക്കിന് പണം ഇതിനു വേണ്ടി സ്പെഷ്യൽ കൊടുത്തു, കൈക്കൂലി അമേരിക്ക കൊടുത്തിരുന്നു. അത് ജോർജ് ബുഷിന്റെ കാലത്തായിരുന്നത്. അതിനുശേഷം വന്ന പിന്നെ ക്ലിന്റൺ ആയിരുന്നു. ആ ബുഷിന്റെ കാലത്താണ് ഇതിന്റെ ഉണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് കൊടുത്തത്. ഈ ക്യാഷ് അവിടെ ഒരു പാകിസ്ഥാനിൽ പിന്നെ അങ്ങനെയാണല്ലോ, പാകിസ്ഥാൻ ഒരു പൈസ കൊടുക്കണം, അവിടുത്തെ പിന്നെ ക്ലർക്കിന് ഒരു പൈസ കൊടുക്കണം, സൈനിക മേധാവിക്ക് ഒരു പൈസ കൊടുക്കണം, എല്ലാം മൊത്തത്തിൽ അങ്ങനത്തെ ഒരു രാജ്യം അത്, കൈക്കൂലിയും കാര്യങ്ങളും. അങ്ങനെ ഈ പർവേസ് മുഷാറഫിന് ഇത് കൊടുത്തിട്ട് പർവേസ് മുഷാറഫ് പറയുന്നു, ഒരു റിപ്പോർട്ട് അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുകയാണ്. അതായത് നിങ്ങളെ അവന്മാർ ആക്രമിക്കും. അന്ന് AB വാജ്പേയി ആണ്. കാർഗിലിന്റെ ഒക്കെ ഒരു ഹാങ് ഓവർ നിൽക്കുന്ന സമയം കൂടിയാണ്. നിങ്ങളെ ആക്രമിക്കും, നിങ്ങളെ അവര് നശിപ്പിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇത് സുരക്ഷിതമല്ല, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൺട്രോൾ കംപ്ലീറ്റ് വെക്കുകയായിരുന്നു. കൺട്രോൾ വെച്ച് അമേരിക്ക ചെയ്തത്, ഇതിന്റെ കൺട്രോൾ സൗദിയിലാണ് സൂക്ഷിക്കുന്നത്. അമേരിക്കയിലാണ് കൺട്രോൾ ഇരിക്കുന്നത്, ഇത് സൂക്ഷിക്കുന്നത് സൗദിയിലാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ കപ്പം മേടിച്ചുകൊണ്ട് സൈനിക താവളങ്ങളും മറ്റും നടത്തുന്ന രാജ്യമാണ് അമേരിക്ക. അതറിയാമല്ലോ എല്ലായിടത്തും. അപ്പോൾ ഒരു ആണവ ഒരു എന്താണ് പറയുന്നത്, അതിന്റെ ഒരു കേന്ദ്ര ആ ഒരു സ്വിച്ച് ഇല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ പാർട്ട് ഞങ്ങൾ ഇവിടെ വെക്കുന്നു എന്ന് പറയുമ്പോൾ സൗദിയെ സംബന്ധിച്ച് അവരും ടെക്നിക്കലി വേണമെങ്കിൽ ഒരു ആണവ രാജ്യം എന്ന് പറയാൻ കഴിയും. അതാ ഞങ്ങൾ അതിന്റെ ഒരു കൺട്രോൾ സൂക്ഷിക്കുമ്പോൾ ഞങ്ങൾക്കും അതിന്റെ ഒരു പവർ ഉണ്ടായെന്ന് പറയാൻ കഴിയും. ഇനി അതിന്റെ പേരിലും വല്ല ഫണ്ടും സൗദിയുടെ അമേരിക്ക വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇതാണ് നടക്കുന്ന ഒരു സാധനം.
ഇപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വാർ നടന്നപ്പോൾ എന്താണ് സൗദിയുടെ പ്ലാന്? സൗദി ഫണ്ട് കൊടുക്കും പാകിസ്ഥാന്. അതെ അതെ അതെ. പാകിസ്ഥാന് ഫണ്ടാണല്ലോ ഇല്ലാത്തത്. ഫണ്ട് കൊടുക്കുക, അവർ അടിക്കാനൊന്നും വരില്ല, ആയുധവുമില്ല. ഇപ്പൊ അവർ വേറെ ഒരു രാജ്യവുമായിട്ട് അവർ യുദ്ധം ചെയ്യാൻ പോയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സമ്പത്ത് നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യാൻ പോകാത്തത്. പകരം എല്ലാവർക്കും അവർ ഫണ്ട് കൊടുക്കും. പണ്ട് പാകിസ്ഥാനൊക്കെ പരസ്യമായി ഫണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ സൗദി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തകർന്ന കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ അത് അവർ പുനർനിർമ്മിച്ചു കൊടുക്കും. സ്കൂളാണോ അത് ഞങ്ങൾ നിർമ്മിച്ചു തരും, ആശുപത്രിയാണോ നിർമ്മിച്ചു, അതിന്റെ പൈസ തരത്തില്ല എന്നാണ് ഇപ്പൊ അവരുടെ ഒരു പോളിസി. അതെല്ലായിടത്തും അങ്ങനെയാണ്. ഹമാസിന്റെ ഈ പലസ്തീനിലും ഒക്കെ അവരുടെ പോളിസി അങ്ങനെ തന്നെ, പൈസ ക്യാഷ് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ ഇതാണ്. അപ്പൊ ഈ കിരാണക്കുന്നില് അമേരിക്കയുടെ കൺട്രോളിൽ ഇരുന്ന പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഇന്ത്യ അടിച്ചു. അതും കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് തന്നെ അടിച്ചു തീർത്തു എന്നുള്ളതാണ്, അത് നശിപ്പിച്ചു എന്നുള്ളതാണ് അമേരിക്കയുടെ ഒന്നാമത്തെ കാര്യം. കാരണം അവരുടെ ഒരു ലോക പോലീസ് പദവിക്ക് വലിയ ക്ഷീണം തട്ടിയ ഒരു സംഭവമായിരുന്നത്. കാരണം അവർ ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നത്. ഒരുപക്ഷെ അന്ന് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കാരണം ട്രംപ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ട്രംപ് ഒരുപക്ഷെ പാകിസ്ഥാന് പെർമിഷൻ കൊടുത്തുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തിന് നേരെ ഉപയോഗിക്കുമായിരുന്നു. കാരണം ട്രംപിനെ സംബന്ധിച്ച് നേട്ടം മാത്രമേ അദ്ദേഹത്തിന് നോട്ടമുള്ളൂ, അതല്ലാതെ മാനുഷിക പരിഗണനയൊന്നുമില്ല. അല്ല, ആ സമയത്ത് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നല്ലോ. ഈ പാകിസ്ഥാൻ ഇവിടെ യോഗം ചേരുന്നു, ആണവായുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാനുള്ള യോഗം. വളരെ സീരിയസ് ആയിട്ട് അവർ യോഗം ചേർന്നുകൊണ്ടിരുന്നു. അവർ ഉറപ്പായിട്ടും അത് പ്രയോഗിക്കുമായിരുന്നു. അപ്പൊ അതിനു മുമ്പേ നമ്മൾ അതിനെ അടിച്ചു. അത് വലിയ മൂവ് ആയിരുന്നു. അതാണ് ഈ അമേരിക്കയുടെ കലിപ്പിന്റെ ഒരു കാര്യം. ഇതിപ്പോ നമുക്ക് മാത്രം അറിയാവുന്നതോ ഇല്ല അമേരിക്കയ്ക്ക് മാത്രം അറിയാവുന്നതുമായ ഒരു രഹസ്യമല്ല. ഇത് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാവുന്ന പരസ്യമായ കാര്യമാണ്. അതാണ് അമേരിക്കയെ ഒരുപാട് ക്ഷീണിപ്പിക്കുന്നതിന് ഒരു ഇടയാക്കിയ ഒരു സംഭവം. ചൈന പോലും ആ ഒരു സംഭവത്തിൽ മലക്കം പറഞ്ഞ് ഇന്ത്യക്കൊപ്പം നിൽക്കാനുണ്ടായ കാരണവും ഇത് തന്നെയാണ്. കാരണം ചൈന പോലും സ്വപ്നത്തിൽ കരുതാത്ത ഒരു കാര്യമാണ് നമ്മൾ അവിടെ ചെയ്തത്. പിന്നെ ഇതിനെക്കുറിച്ച് ചില ഡിഫൻസ് ഓൺലൈനുകൾ അന്ന് വന്ന വാർത്ത, ഇതിന് ഇസ്രായേലിന്റെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു എന്നാണ് ലഭ്യമായ സൂചന. കാരണം അവരാണ് ഇതിന്റെ കൃത്യതയുള്ള ഒരു സൂചന ഇന്ത്യക്ക് നൽകുകയും ആ കൃത്യതയോടെ ഇന്ത്യക്ക് ആ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് വരുന്നത്. ഇവിടെയാണ് ഇസ്രായേലൊക്കെ പിന്നെ മലക്കം പറയാനൊരു കാരണമായതും. എല്ലാ രാജ്യങ്ങളും ഞെട്ടിയത് അവിടെയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഓപ്പറേഷൻ ഈ സിന്ദൂറിന് ശേഷം ആണ് നമ്മുടെ ബ്രഹ്മോസിന് ഈ വലിയ മാർക്കറ്റ് പിടിക്കാൻ കഴിഞ്ഞതിൽ ഒരു കാരണവും ഇത് തന്നെയാണ്. കൃത്യതയോടെ വലിയ ഡാമേജ് വരാതെ അവരുടെ ഇത് എന്നേക്കുമായി തകർത്ത് കളഞ്ഞു എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പൊ അതാണ് ബ്രഹ്മോസിന്റെ ഒരു വലിയ ഡിമാൻഡ്. ഇപ്പോഴും നമ്മുടെ രാജ്നാഥ് സിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മോസ് എന്ന് പറയുന്നതിന്റെ കാര്യം അവർക്ക് നല്ല ഭയമാണ് ഈ ബ്രഹ്മോസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ. അത് സർഗോദയ വിമാനത്താവളം, ഈ കിരാണക്കുന്നുകള്, അഖ്നൂർ വിമാനത്താവളം, ഈ മൂന്നെണ്ണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും, 3 സൈനിക മേധാവികളോട് നമ്മുടെ രാജ്യത്തിന്റെ 3 സൈനിക മേധാവികൾ പത്രസമ്മേളനം നടത്തുമ്പോൾ അതിലൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്നുണ്ട്, കിരാണക്കുന്നുകൾ നിങ്ങൾ അടിച്ചോ എന്ന്. അപ്പൊ അദ്ദേഹം ചോദിക്കും, കിരാണക്കുന്നു അത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ മാധ്യമപ്രവർത്തനം അത് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്, അവിടെയാണ് പാകിസ്ഥാൻ ആണവായുധം സൂക്ഷിക്കുന്നത്. ആണോ? എന്തായാലും അങ്ങനെ ഒരു വിവരം നിങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്ന ഒരു ചിരി ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇന്നും ഭയങ്കര വൈറലായിട്ട് പോകുന്നൊരു വിഷ്വൽസ് ആണത്. അപ്പം ഇതാണ് അതിനകത്ത് ഒരു പ്രധാന കാരണം. ഏതായാലും അന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇടനില നിന്നത് താനാണ് എന്ന് പറയാത്തത് മാത്രമല്ല, ഇതായിരുന്നു പ്രധാന ചുരുക്ക്. കാരണം ലോക പോലീസായിട്ട് നിന്ന് അവർക്ക് ഒരു വലിയ ക്ഷീണം സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം പിന്നീട് അതെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. തൊട്ട് പിറ്റേ ദിവസം അല്ലായിരുന്നു അവരുടെ വിമാനം അവിടെ എത്തിയത്. എന്താണ് ആ വിമാനത്തിന്റെ പേര്? ന്യൂക്ലിയർ എമിഷൻ കൺട്രോൾ വിമാനം വന്നു. അവിടുന്ന് മണ്ണും മറ്റുള്ള കെമിക്കൽസും ഒക്കെ ആയിട്ട് അവിടെ വന്നു. ഇതൊക്കെ നമ്മൾ അന്നത്തെ സമയത്ത് നമ്മുടെ ഈ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എടുത്ത് നോക്കുന്നവർക്കെല്ലാം വിശദമായിട്ട് തന്നെ ഈ വാർത്ത കാണാം. അന്ന് നമ്മൾ ചെയ്ത വാർത്തയാണ്. ഇന്നിപ്പം അത് ആധികാരികമായിട്ട് CIA മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, ചാര സംഘടനയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺ കിരിയാത്തോ തന്നെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു.